കുട്ടി ഇവിടെ ഒരുപാട് സംഗീത ഉപകരണങ്ങളുണ്ട്. തമ്പുരും വീണയും കണ്ടോ? എന്റെ പൊന്നു മാഷ, ഞാൻ ഒളിച്ചാ വന്നേ. കണ്ടു കഴിഞ്ഞ ഉടനെ മിഠായി വാങ്ങിച്ചു തരാൻ പറയും. എരുമേലി, ആരുടെ കാര്യമായി പറയുന്നേ? നമ്മുടെ സോമൻ ചേട്ടന്റെ 2 പിള്ളേരുടെ കാര്യമില്ല. അതല്ല, ഇത് അത് ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നുണ്ടോന്നോ? ഇന്ന് ഇത്, നാളെ ഇത്, മറ്റന്നാളെ ഇത്. എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്കും അതുപോലെ. മനസ്സിലായില്ലയോ? ഇല്ല. ഇന്നിത്, നാളെ ഇത്, മറ്റന്നാളെ ഇത്. കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി ചെയ്യരുത്. ഒരു എപ്പിസോഡ് പോലും വിടത്തില്ല, ഇല്ലയോ? പിന്നെ കള്ള വന്നു എന്തോ പറയുന്നേ? ഒരു കാര്യം, നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അത് ശരിയാ. സേമിയ ക്ലാസ്സിൽ കുടിച്ചാലോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് നമുക്ക് അടുത്ത് അങ്ങോട്ട് തുടങ്ങാം. രണ്ടും കൊള്ളാം. സേമിയ പായസം അല്ല, പിന്നെ സെമി ക്ലാസിക്കൽ ഒന്ന് പിടിച്ചാലോ? സെമി ക്ലാസിക്കലാ. ആ പക്ഷെ അത് പോട്ട്, എനിക്ക് ഈ കറുത്ത കട്ടയും വെളുത്ത കട്ടയും ഒന്ന് പരിചയപ്പെടുത്തി തരണം. അത്രയുള്ളോ? കറുത്ത കട്ടകളെ ഇത് ഉല്ലാസം, വെളുത്ത കട്ടകളെ ഇത് ഉല്ലാസം. അതല്ലെന്ന്, ഇതിന്റെ വെളുത്ത കട്ടയുടെയൊക്കെ സ്വരങ്ങളില്ലേ, അതൊന്ന് പരിചയപ്പെടുത്തി തരേ. എരുമേലി, അത് ഞാൻ പരിചയപ്പെടുത്താ. ശ്രദ്ധിച്ചോണം ഉല്ലാസേ. ശ്രദ്ധിച്ചോളാം. ഇവിടെ ഞെക്കിയാ സാ കേക്കും, ആ. ഇവിടെ ഞെക്കിയാ രീ കേക്കും, ആ. ഇവിടെ ഞെക്കിയാ ഗാ കേക്കും, അതേ ഞെക്കിയാലോ? ഞെക്കിയാ മാ കേക്കും. ഇവിടുന്നല്ല ഇവിടുന്ന്. ഇവിടെ മുതൽ അങ്ങോട്ട് പറഞ്ഞിരിക്കുക. ശരി. ആ പക്ഷേ ആ. ഞാൻ ഓണത്തിന് പാടാൻ വേണ്ടി ഒരു പാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ എനിക്ക് ഒരു വരി അറിയത്തുള്ളൂ, ബാക്കി എനിക്ക് മാഷൊന്ന് പഠിപ്പിച്ചു തരണം. അതിനെന്താ? ആ സുചലം നോക്കൂ. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. പക്ഷെ ഇനി ഞാൻ എന്തോ ചെയ്യും? ഇനി നീ ചെയ്യേണ്ടത് നല്ലൊരു ENT പോയി കാണണം. നിനക്ക് കേൾക്കുന്നുമില്ല, കാണുന്നുമില്ലടാ. മോനെ, നിനക്ക് ഇത്രയും പ്രായമല്ലായുള്ളോ? ആ. എന്നാ കണ്ടോന്ന് ചോദിച്ചാ കണ്ടോ ഇല്ല, കേട്ടോന്ന് ചോദിച്ചാ കേട്ടോ ഇല്ല. അപ്പൊ നീ നല്ലൊരു ENT കാണണം. ചെറുപ്പമല്ലേടാ നീ? അതുപോലെ തന്നെ സംഗീതം പഠിക്കണമെങ്കിൽ ഭക്ഷണക്രമമുണ്ട്. പറയണ എരുമേലി. ഉല്ലാസേ, എല്ലാ ഭക്ഷണവും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. നമുക്കിപ്പം മുട്ട പപ്സ്, ആ. ചീക്ന, അത് രണ്ടും പറ്റത്തില്ല. അതെന്താ? അതിന്റെ പൊടി ഇവിടൊക്കെ അങ്ങ് ഇരിക്കും. അത് ദീക്ഷ കൂടെ ഉണ്ട്, പറയുകയും വേണം. അതുപോലെ തന്നെ കോഴിക്കോട് ഹലുവ, ചുമന്ന ഹലുവ, അത് കഴിക്കണം. അത് വാങ്ങിച്ചോണ്ട് വന്നിട്ട് വെളുപ്പാൻ കാലത്ത് 4 മണിക്ക് അതിന്റെ മാംസമുള്ള എടുത്ത് കളയണം. അതിനകത്തിരിക്കുന്ന അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് പുഴയത്തോട് അടുത്ത് വല്ലതും ഉണ്ടോ? കുളമുണ്ട് അടുത്ത്. അപ്പൊ അത് കഴിച്ചിട്ട് നേരെ എടുത്ത് ചാടണം അതിനകത്തോട്ട്. ഈ 4 മണി സമയത്ത് എനിക്ക് തണുക്കത്തില്ലേ? നീ ഒരു പുതപ്പും പറിച്ചോണ്ട് അങ്ങ് ചാടിക്കും അതിനകത്ത്. അത് സാധകം ചെയ്യാനാ. എന്തുവായാലും പക്ഷെ ഞാൻ ഒരു പാട്ട് 2 ദിവസം കൊണ്ട് പഠിച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് പാടി കേൾപ്പിക്കാം. സാധിക്കത്തില്ല കുട്ടി. 2 ദിവസം കൊണ്ടൊന്നും ഒരു പാട്ട് പറ്റൂല. ഞാൻ തന്നെ വർഷങ്ങളുടെ ശ്രമ ഫലമാണല്ലേടാ. എന്നിട്ടെങ്ങാണ്ടൊത്തോ